അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാത്തു വസ്സലാമു അലാ റസൂലിഹിൽ അമീൻ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. സഹോദരന്മാരെ, സഹോദരികളെ, പ്രഭാതത്തിലും പ്രദോഷത്തിലുമായി നമ്മൾ നിർവഹിക്കേണ്ടുന്ന ദുആകളെ സംബന്ധിച്ചാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാവിലെയും വൈകുന്നേരവും ചൊല്ലാൻ വേണ്ടി കൽപ്പിച്ചിട്ടുള്ള മറ്റൊരു പ്രാർത്ഥനയാണ് അസ്ബഹ്ന അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തുൽ ഇഖ്ലാസ് വദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വമില്ലത്തി അബീന ഇബ്രാഹിമ ഹനീഫൻ മുസ്ലിമ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഇമാം അഹ്മദ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ്. ഈ ഹദീസ് സ്വഹീഹാണ് എന്ന് ഷെയ്ഖ് അൽബാനി സഹീഹുൽ ജാമിഅൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അസ്ബഹ്ന, ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു, അതല്ലെങ്കിൽ ഞങ്ങൾ നേരം പുലർന്നു. അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചില കാര്യങ്ങളൊക്കെ പഠിപ്പിക്കുമ്പോൾ, ആ പ്രവർത്തനം ചെയ്യുമ്പോൾ അവൻ ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിലാണ് എന്ന് പറയുന്നതായി കാണുവാൻ സാധിക്കും. ഉദാഹരണമായി, ഒരാൾ ഉറങ്ങാൻ നേരത്ത് അല്ലാഹുമ്മ ഇന്നി അസ്ലംതു നഫ്സി ഇലൈക വവജ്ജഹ്തു വജ്ഹി ഇലൈക വഫവ്വൽതു അംരി ഇലൈക എന്ന് തുടങ്ങുന്ന ദുആ നിർവഹിച്ചാൽ ആ വ്യക്തിയെക്കുറിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അവൻ രാത്രി മരണപ്പെടുകയാണെങ്കിൽ ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിലാണ് അവൻ മരണപ്പെടുന്നത് എന്നാണ്. അപ്പോൾ ഇസ്ലാം എന്ന് പറയുന്ന ആ ശുദ്ധമായ വ്യവസ്ഥിതി, അതിൽ ഞാൻ നേരം പുലർന്നിരിക്കുന്നു. അപ്പോൾ അള്ളാഹു തനിക്ക് നൽകിയിട്ടുള്ള അനുഗ്രഹം കൂടി എടുത്തു പറയുകയാണ് ഇവിടെ. അതോടൊപ്പം ഞാൻ മുസ്ലിമായി ജീവിക്കുന്നവനാണ്, ഞാൻ മുസ്ലിമാണ് എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ്. ഓരോ ദിവസവും ഒരു വ്യക്തിയെ അള്ളാഹു സുബ്ഹാനഹു വ തആല അത് ഓർമ്മപ്പെടുത്തുകയാണ്. അസ്ബഹ്ന, ഞങ്ങൾ നേരം പുലർന്നു, അതല്ലെങ്കിൽ ഞങ്ങൾ പ്രഭാതത്തിലേക്ക് പ്രവേശിച്ചു. അലാ ഫിത്രത്തിൽ ഇസ്ലാം, ഇസ്ലാമിൻ്റെ ശുദ്ധ പ്രകൃതിയിലായിക്കൊണ്ട്. വകലിമത്തുൽ ഇഖ്ലാസ്, ഇഖ്ലാസിൻ്റെ വചനത്തിലായിക്കൊണ്ട്. കലിമത്തുൽ ഇഖ്ലാസ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്, ആരാധനയ്ക്ക് അർഹനായി അള്ളാഹു അല്ലാതെ മറ്റാരുമില്ല എന്നുള്ള ഏകദൈവ ആരാധനയുടെ വചനം, അതാണ് കലിമത്തുൽ ഇഖ്ലാസ്. ആ ഇഖ്ലാസിൻ്റെ വചനത്തിലായിക്കൊണ്ട് ഞങ്ങൾ നേരം പുലർന്നു എന്ന് പറഞ്ഞാൽ, ഞങ്ങൾ ഈ സന്ദർഭത്തിൽ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ എന്ന ആശയത്തെ ഞങ്ങൾ അംഗീകരിക്കുന്നവരാണ്. ആ അവസ്ഥയിലാണ് നേരം പുലർന്നിട്ടുള്ളത്. ഞാൻ മുസ്ലിമാണ്, ഞാൻ മുവഹിദാണ്, ഏകദൈവത്തെ മാത്രം, ഏകനായ അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവനാണ്. വദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഞങ്ങളുടെ പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മതത്തിലായിക്കൊണ്ടാണ് ഞാൻ നേരം പുലർന്നിട്ടുള്ളത്. അപ്പോൾ അതും തൻ്റെ ഒരു വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനത്തിൻ്റെ ഭാഗമാണ്. വമില്ലത്തി അബീന ഇബ്രാഹിമ ഹനീഫൻ മുസ്ലിമ, ഞങ്ങളുടെ പിതാവ് ഇബ്രാഹിം നബിയുടെ മില്ലത്തിൽ ആയിക്കൊണ്ടാണ് നേരം പുലർന്നിട്ടുള്ളത്. ആ ഇബ്രാഹിം നബിയുടെ മില്ലത്ത് എങ്ങനെയാണ്? ഹനീഫൻ, ഷിർക്കുമായി ബന്ധമില്ലാത്ത, ഷിർക്കുമായി യാതൊരു കലർപ്പോ അനുരഞ്ജനമോ ഇല്ലാത്ത നിലക്ക് ഋജുമനസ്കനായിക്കൊണ്ട്, അതാണ് ഹനീഫൻ എന്ന് പറഞ്ഞാൽ. മുസ്ലിമായിക്കൊണ്ട്, അള്ളാഹുവിന് കീഴൊതുങ്ങിക്കൊണ്ട്. അപ്പോൾ ഷിർക്കില്ലാത്ത യഥാർത്ഥ ഇസ്ലാമിൻ്റെ മില്ലത്ത് എന്ന് പറഞ്ഞാൽ മാതൃക, അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മാതൃകയാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആൻ പറഞ്ഞത് വത്തബിഉ മില്ലത്ത ഇബ്രാഹിമ ഹനീഫ, ചൊവ്വായിട്ടുള്ള തൗഹീദിൻ്റെ വഴിയിലൂടെ ഋജുമനസ്കനായി നീങ്ങുന്ന ഇബ്രാഹിം നബിയുടെ മില്ലത്ത്, ആ മില്ലത്തിൽ നിങ്ങൾ പിൻപറ്റണം. വമൻ യർഗബു അൻ മില്ലത്തി ഇബ്രാഹിമ ഇല്ലാ മൻ സഫിഹ നഫ്സഹ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിന് ആരെങ്കിലും അവഗണിക്കുന്നുവെങ്കിൽ അവൻ വിഡ്ഢിയാണ്. വിഡ്ഢികളല്ലാതെ ഇബ്രാഹിം നബിയുടെ മില്ലത്തിനെ കൈവടിയുകയില്ല. അപ്പോൾ ഒരു വ്യക്തിക്ക് ഏറ്റവും സന്തോഷിക്കാൻ വകുപ്പുള്ളൊരു മേഖലയാണ് ഞാൻ ഇബ്രാഹിം നബിയുടെ മില്ലത്തിലാണ് എന്നുള്ളത്. അപ്പോൾ അതും തൻ്റെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ്. അതവൻ പ്രഖ്യാപിക്കുന്നു പ്രഭാതത്തിൽ, ഇബ്രാഹിം നബിയുടെ മില്ലത്തിലായിക്കൊണ്ടാണ് ഞാൻ നേരം പുലർന്നിട്ടുള്ളത്. അത് ചൊവ്വായ വഴിയാണ്, ശിർക്കുമായി ബന്ധമില്ലാത്ത വഴിയാണ്. കൃത്യമായ മുസ്ലിമും ഋജുമനസ്കനുമായിരുന്നു ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാം. വമാ കാന മിനൽ മുശ്രിക്കീൻ, അതൊന്നുകൂടി വ്യക്തമാക്കുകയാണ്, അദ്ദേഹം ഷിർക്ക് ചെയ്യുന്ന ആളായിരുന്നില്ല. അപ്പോൾ ഷിർക്ക് ചെയ്യാത്ത യഥാർത്ഥ മുസ്ലിമായ ഋജുമനസ്കനായി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പ്രവർത്തിച്ച ആ ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരിയായ പാത അത് പിൻപറ്റിക്കൊണ്ട് ജീവിക്കുന്നവനായിക്കൊണ്ടാണ് ഞാൻ നേരം പുലർന്നിട്ടുള്ളത്. അപ്പോൾ തൻ്റെ ഈമാനിനെ, തൻ്റെ ഇസ്ലാമിനെ, അള്ളാഹുവിനുള്ള വിശ്വാസത്തെ, താൻ സ്വീകരിച്ച ആദർശത്തെ,
അതേപോലെ തന്നെ പിൻപറ്റിയ മില്ലത്തിന് എല്ലാം എടുത്തു പറഞ്ഞുകൊണ്ട് അതിനെ പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഒരു ദുആയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ചെറു വചനങ്ങളിലൂടെ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അസ്ബഹന അലാ ഫിത്രത്തിൽ ഇസ്ലാം വകലിമത്തിൽ ഇഖ്ലാസ് വദീനി നബിയിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വമില്ലത്തി അബീന ഇബ്രാഹിം ഹനീഫൻ മുസ്ലിമൻ വമാ കാന മിനൽ മുശ്രിക്കീൻ. ഹാദാ വല്ലാഹു അഅലം വസല്ലല്ലാഹു അലാ നബിയിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലിം. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.